ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മെയ് 8-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഞങ്ങൾ ഞാവൽപ്പഴമൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഒത്തിരി ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയാണ് പറഞ്ഞത് ഞാവൽപ്പഴം വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാവൽപ്പഴം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നല്ല കയ്പുണ്ട്, അപ്പം നല്ലോണം പഞ്ചസാര ചേർക്കണം. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതെല്ലാം ഇട്ടു. കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, ഇച്ചിരി ഇട്ടുള്ളൂ. അതെല്ലാം ഇട്ടു നല്ല രീതിയിൽ പപ്പ പിന്നെ ഇളക്കി നല്ല അടിയിൽ നിന്ന് കോരിയെടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി 21 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇത് എടുക്കാനായിട്ട് പോകുന്നത്. ഇടയ്ക്ക് മമ്മി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടച്ച് 21 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കാണിച്ചു തരാമേ. അങ്ങനെ നമ്മുടെ വൈന് കറക്റ്റ് 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്ത് കേട്ടോ. അങ്ങനെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നമ്മൾ അരിച്ചെടുത്തതാണ്. എൻ്റെ പൊന്നെ, കത്തിക്കീറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വൈന്, മുന്തിരി വൈനേക്കാളും കുറച്ചും കൂടി വീര്യം ഇതിനുണ്ട് കേട്ടോ. കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുമോ. മൊത്തത്തിൽ ഞാൻ വൈൻ കുടിച്ചെന്നറിഞ്ഞു, അതേപോലെ കത്തിക്കീറി. ഉണ്ട് പപ്പ നമ്മുടെ വൈന്. വൈൻ സൂപ്പർ, നല്ല ഫാന്റാസ്റ്റിക്, നല്ല കത്തി കീറും. അതേപോലെ നല്ല എന്താ വീര്യം കൂടുതലാണ്. റോസി എങ്ങനെയുണ്ട്? റോസി ഇച്ചിരിയേ കുടിച്ചുള്ളൂ, ഇച്ചിരി വീര്യം കൂടുതലാണ്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വൈൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കത്തി കീറും. അപ്പൊ ബൈ. മറ്റു ഫ്രൂട്ട്സ് പോലെയല്ല, ഇത് ഏറ്റവും സൂപ്പറാണ്.